വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. മാത്രമല്ല, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്നു നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഓർമ്മിക്കുക, ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് സമർപ്പണത്തിന്റെ അടിസ്ഥാനം. ക്രൂശിലെ നിസ്തുല സ്നേഹം നമ്മെ ആകർഷിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുമ്പോഴാണ് സാക്ഷാൽ സമർപ്പണമുളവാകുന്നത്. ജീവിതം ക്രിസ്തുവിനായി സമർപ്പിക്കുക എന്നത് ഒരു മഹാഭാഗ്യമാണ്. ക്രിസ്തു ഹൃദയത്തിൽ വരുമ്പോൾ ക്രിസ്തു ക്രൂശിൽ വഹിച്ച ഭീകരയാതന നാം സാംശീകരിക്കുകയും നമ്മുടെ ഹൃദയം ദിവ്യ സമാധാനം കൊണ്ട് നിറയുകയും ചെയ്യും. എത്ര വാത്സല്യത്തോടെയാണ് ക്രിസ്തു തന്റെ നിത്യസ്നേഹത്തിലേക്ക് നമ്മെ വശീകരിക്കുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കും തോറും നാം എന്നുമെന്നും സമർപ്പണത്തിന്റെ പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കും. അവനവന്റെ കുരിശും താങ്ങി ക്രൂശിതന്റെ പിന്നാലെ ക്രൂശിന്റെ പാതയിലൂടെ പുഞ്ചിരിയോടെ പോകുന്നതാണ് ക്രിസ്തീയ ജീവിതം. നാം യഥാർത്ഥ സമർപ്പണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ ഇരുളടഞ്ഞ ഇടനാഴികൾ കണ്ട് ഉള്ളം തകർന്ന് നെടുവീർപ്പെടും. ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും എണ്ണി എണ്ണി കണ്ടുപിടിച്ച് നാം അനുദപിക്കും. അപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം നിറഞ്ഞു നിറഞ്ഞു വരും. അതാണ് ആത്മനിറവ്. ഈ നിറവിനായി ഓരോ ദിവസവും നാഥനോട് ചേർന്ന് ഒന്നായിത്തീരുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.